ഈ മദ്രസ അധ്യാപകർക്ക് ഗവൺമെൻറ് അല്ലെങ്കിൽ ഫണ്ട് കൊടുക്കുന്നു, അത് തെറ്റാ. വഖഫ് ബോർഡ് എന്ന് പറഞ്ഞ സാധനം സത്യത്തിൽ അതിനകത്ത് എന്തിനാ അങ്ങനെ ഒരു വിഭാഗത്തിന് വേണ്ടി അങ്ങനെ ഒരു നിയമം ഉണ്ടാക്കിയിരിക്കുന്നത്? അത് തെറ്റാണ്. അത് ആ തെറ്റ് ഇനിയും തുടരാതിരിക്കാൻ ഇവിടുത്തെ LDF ഉം UDF ഉം അല്ലെങ്കിൽ ഇവിടുത്തെ ജനാധിപത്യം നിലനിർത്താൻ ആത്മാർത്ഥത കാണിക്കണമെന്നാണ് കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് പാർട്ടിക്ക് അവസരത്തിൽ പറയാൻ. വലിയൊരു വിവാദമാണ് ഈ മദ്രസ അധ്യാപകർക്ക് സർക്കാർ പണം നൽകുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ. ഇപ്പം വലിയ വിവാദങ്ങൾ അതിനെപ്പറ്റി ഉണ്ടായിരിക്കുന്നു. ബാലാവകാശ കമ്മീഷനൊക്കെ ഇടപെട്ടിരിക്കുന്നു. ആ വിഷയത്തിലുള്ള അഭിപ്രായം കൂടെ. അല്ല, മദ്രസകൾ പൂട്ടുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം ഇപ്പം ഇവിടെ ഓരോ മതവിശ്വാസികൾക്കും അവരുടെ കുട്ടികളെ അവരുടെ മതവിശ്വാസത്തിലേക്ക് പറഞ്ഞു കൊടുക്കുന്നതിനോ പ്രചരിപ്പിക്കുന്നതിനുള്ള ജനാധിപത്യ അവകാശമുണ്ട്. ഇപ്പം കത്തോലിക്ക സഭയുടെ സൺഡേ സ്കൂളുണ്ട്. അവിടെ കത്തോലിക്ക സഭ നടത്തുന്ന പോലെ അവർ ഗവൺമെൻറ് പൈസ ഒന്നും വാങ്ങിക്കുന്നില്ല. അവിടെ ആയുധ പരിശീലനവും ഇല്ല, മറ്റ് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളുള്ളതായിട്ട് എനിക്കറിയില്ല. അതുപോലെ മദ്രസകളിലും അങ്ങനെ ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല. അങ്ങനെ ഒരു സംഭവമില്ല. അങ്ങനെ ഏതെങ്കിലും ഹൈന്ദവരുടെ ആണെങ്കിലും ക്രൈസ്തവരുടെ ആണെങ്കിലും അല്ലെങ്കിൽ മുസ്ലിമിൻ്റെ ആണെങ്കിലും മതപഠന ക്ലാസ്സുകൾ, മതപഠനമല്ല അവിടെ വേറെ ഭീകരവാദം നടക്കുന്നുണ്ടെങ്കിൽ കത്തോലിക്കൻ്റെ ആണെങ്കിലും അപ്പോഴേ ബ്ലോക്ക് ചെയ്യണം, ഹൈന്ദവൻ്റെ ആണെങ്കിൽ ബ്ലോക്ക് ചെയ്യണം, മുസ്ലിമിനെ ബ്ലോക്ക് ചെയ്യണം, ഞാൻ സംശയമില്ല. പക്ഷേ ഇവിടെ ഇപ്പോൾ അതിനകത്ത് എനിക്കുള്ള ആക്ഷേപം, ഞാൻ കഴിഞ്ഞ ദിവസം പത്രത്തിൽ കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. ഈ മദ്രസ അധ്യാപകർക്ക് ഗവൺമെൻറ് അല്ലെങ്കിൽ ഫണ്ട് കൊടുക്കുന്നു, അത് തെറ്റാ. അത് കത്തോലിക്ക സഭയുടെ അല്ലെങ്കിൽ സൺഡേ സ്കൂൾ അധ്യാപകർക്ക് കൊടുത്താൽ അതിനെ എതിർക്കും, തെറ്റാണ്. ഹൈന്ദവർക്ക് അവരുടെ കുട്ടികളെ പഠിപ്പിക്കണമെങ്കിൽ അവരുടെ സമുദായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് വേണം. ക്രൈസ്തവർ പഠിപ്പിക്കണമെങ്കിൽ ക്രൈസ്തവൻ്റെ ഫണ്ട് ഉണ്ടെങ്കിൽ ഉപയോഗിച്ച് വേണം. മുസ്ലിമിൻ്റെ കുട്ടികളെ പഠിപ്പിക്കണമെങ്കിൽ മതപഠനം പഠിപ്പിക്കേണ്ടത് ആ മതമാണ് പഠിപ്പിക്കേണ്ടത്. അതിന് സർക്കാരിൻ്റെ ഫണ്ട് ഉപയോഗിക്കും, ശരിയില്ല. പക്ഷേ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ മദ്രസകൾ മുഴുവൻ പൂർണ്ണമായി പൂട്ടുന്നതിനോട് എനിക്ക് വിയോജിപ്പാണ്. അത് മതം എന്ന് പറഞ്ഞാൽ അവരുടെ ഫണ്ട് എടുത്ത് നടത്തണം. മതങ്ങളെന്ന് പറഞ്ഞാൽ മതം ദൈവത്തിലേക്കുള്ള വഴിയാണ്, അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു സംവിധാനമായിട്ട് മതങ്ങളിൽ നമ്മൾ കാണുന്നത്. അപ്പം നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് ദൈവസ്നേഹവും പരസ്നേഹവും. മദ്രസ പഠനത്തോടനുബന്ധിച്ചതിനുള്ള മറ്റൊന്നാണ് ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് ഇപ്പോൾ ഈ ലവ് ജിഹാദ്, നാർക്കോട്ടിക് ജിഹാദ്, ഇത്തരത്തിലുള്ള ജിഹാദുകളെ പറ്റി പ്രത്യേകിച്ച് ബിഷപ്പുമാർ വരെ ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. പാലാ ബിഷപ്പ് നടത്തിയ നാർക്കോട്ടിക് ജിഹാദ് എന്ന് പറയുന്ന ഒരു പരാമർശം വലിയ വിവാദമായി. ഇത്തരത്തിലുള്ള ജിഹാദുകൾ ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട്? അല്ല, ഞാൻ പാലാ ബിഷപ്പ് അന്ന് പറയുമ്പോൾ ഞാൻ കൊല്ലങ്ങാട് പെരുന്നാൾ സാധാരണ പോലെ, പക്ഷേ അന്ന് പിതാവ് പ്രസംഗിക്കുന്ന സമയത്ത് കൃത്യം അഭിചാരിതമായിട്ട് ഞാൻ അവിടെ പിതാവ് പ്രസംഗിക്കുമ്പോൾ ഞാൻ ആ പള്ളി മുറ്റത്തുണ്ട്. ഇവിടെ ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ എൻ്റെ വൈഫ് കൂടെയുണ്ട്. ഞാൻ പറഞ്ഞു, ഇത് പുറത്തായാലും കേട്ടാൽ ഇത് കുഴപ്പമാണല്ലോ. എൻ്റെ വൈഫിനോട് ചുമ്മാ സ്വകാര്യ സംഭാഷണത്തിൽ പറഞ്ഞു. പക്ഷേ പിറ്റേ ദിവസം ഇത് വലിയ വിവാദമായി. ഇത് ചാനലിൽ ലൈവ് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ വിവാദമായപ്പോൾ ഞാൻ പേട്ടയെന്ന് പറയാൻ ആളുടെ പ്രകടനമായിട്ട് വന്നു. അപ്പോൾ ഞാനും അവിടെ ചെന്നു. എൻ്റെ പാർട്ടി നിയമനം പ്രസിഡന്റ് ഞാൻ ചെന്നു. ഞാൻ അവിടെ പ്രസംഗിച്ചു. ഞാൻ പറഞ്ഞു, പാലാ പിതാവ് പറഞ്ഞത് ലൈവായിട്ട് കേട്ട ആളാണ് ഞാൻ. പിതാവ് പള്ളിയിൽ അജഗണങ്ങളോട് പറഞ്ഞു, ഇങ്ങനെ ഒരു സംവിധാനം അല്ലെങ്കിൽ ലവ് ജിഹാദ് അല്ലെങ്കിൽ മറ്റേന്താ നാർക്കോട്ടിക് ജിഹാദ്, ഇങ്ങനെ ഒരു ചെറിയ പ്രവർത്തനം ചില ആളുകൾ നടക്കുന്നുണ്ട്. അവിടെ മുസ്ലിങ്ങൾ മുഴുവൻ അത് ചെയ്യുന്നു എന്ന് ഒരിക്കലും അദ്ദേഹം പറഞ്ഞില്ല. അപ്പോൾ അത് നമ്മുടെ മക്കളെ സൂക്ഷിക്കണം, ഇതിലൊന്നും പോയി പെടാതെ മയക്കുമരുന്നിൻ്റെ പിടിയിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ ലവ് ജിഹാദിൽ പെടാതെ നിങ്ങളുടെ മക്കളെ സൂക്ഷിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞു. അവിടുത്തെ മുഴുവൻ മുസ്ലിങ്ങളും ഇതിന് നേതൃത്വം കൊടുക്കുന്നു അദ്ദേഹം പറഞ്ഞില്ല, ഒരിക്കലും അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഞാൻ പറയാം ക്രൈസ്തവരിൽ ചില തീവ്രവാദികളുണ്ടല്ലോ, ഉണ്ട്. ഹൈന്ദവരിലും ഉണ്ട്. മുസ്ലിംസ് എല്ലാത്തിലും എല്ലാ മതവിഭാഗത്തിനും കുറച്ചുണ്ടെന്നേ, അവരെ സൂക്ഷിക്കണം. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ സൂക്ഷിക്കണമെന്ന് മാത്രം അദ്ദേഹം പറഞ്ഞു. ഞാനതുകൊണ്ട് പിറ്റേ ദിവസം അരമനയുടെ മുമ്പ് ഞാൻ പ്രസംഗിച്ചു. ഞാൻ പറഞ്ഞു, പാലാ പിതാവ് ഇത് ഒരു പത്രസമ്മേളനം വിളിച്ചാൽ പറഞ്ഞെങ്കിൽ ഞാൻ പിതാവിനെതിരായിരിക്കും. പാലാ പിതാവ് പാലാ പിതാവ് നേരെ മറിച്ചൊരു പൊതുയോഗത്തിലാണ് പറയുന്നതെങ്കിൽ ഞാൻ അദ്ദേഹത്തിന് എതിരാണ്. ഞാനോട് പ്രസംഗിച്ച ആളാണ്. അത് യൂട്യൂബിലൊക്കെ വരികയും ചെയ്തു. പാലാ പിതാവ് അദ്ദേഹത്തിൻ്റെ പള്ളിയിൽ പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ എത്രയോ ഹൈന്ദവ പുരോഹിതന്മാർ, എത്രയോ മുസ്ലിം പുരോഹിതന്മാരൊക്കെ ഓരോന്ന് പറഞ്ഞ് യൂട്യൂബിൽ ഇപ്പോൾ ഓടുന്നു, പരസ്യമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞ് അതിനൊന്നും എതിരെ കേസെടുത്തിട്ടില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അജഗണങ്ങളെ ഉപദേശിച്ചത് ഒരു തെറ്റല്ല. അപ്പോൾ അതിനെ പിതാവിനെ നേരിടാൻ വന്നപ്പോൾ ഞങ്ങളൊക്കെ അതിന് രംഗത്ത് ഇറങ്ങി. അതുകൊണ്ട് പിതാവ് അവിടെ പറഞ്ഞത് വലിയ ഏതെങ്കിലും ഒരു വിഭാഗത്തെ ഇല്ലാതാക്കാൻ വേണ്ടി ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ചിത്രീകരിക്കേണ്ട കാര്യമില്ല. ഈ മുനമ്പം വിഷയത്തിൽ കേരള കോൺഗ്രസ് പാർട്ടി ഇടപെട്ടിട്ടുണ്ടല്ലോ അല്ലേ? മുനമ്പം വിഷയത്തിൽ ഞാൻ ഈ വഖഫ് വിഷയത്തിൽ ഞാൻ പത്രത്തിൽ വായിച്ചു, യൂട്യൂബിൽ കണ്ടു, പാത്രങ്ങൾ കണ്ടപ്പോൾ ഞാൻ അവിടെ പോയി. അവിടെ ചെന്നപ്പോഴാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. 650 കുടുംബങ്ങളോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞിരിക്കുന്നു. അവർ കാലാകാലങ്ങളായി എന്ന് പറഞ്ഞാൽ അവരവിടെ ആധാരം ചെയ്ത് വാങ്ങിച്ച വസ്തു ഇപ്പോൾ ഇറങ്ങിപ്പോക്കണം, അവർ വഖഫ് ബോർഡിൻ്റെതാണെന്ന് പറഞ്ഞ് ഏറ്റെടുക്കുക എന്ന് പറഞ്ഞു. അവരോട് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് പാട്ടത്തിന് തരാമെന്ന് പറഞ്ഞു. പള്ളി മുനമ്പം വേളാങ്കണ്ണി മാതാ പള്ളി ഉൾപ്പെടെ വഖഫിൻ്റെതാണെന്ന് പറയുന്നു. ഇത് അന്യായമാണ്. തീർച്ചയായിട്ടും ഈ വഖഫ് നിയമത്തിൽ ഭേദഗതി ഉണ്ടാവണം. ഭേദഗതി വരുത്തിക്കൊണ്ട് നിയമപരമായിട്ട് അവിടെ താമസിക്കുന്ന ആളുകൾക്ക് അവിടെ താമസിക്കാനുള്ള അവകാശമാണ്. ഇന്ന് തന്നെ ഇപ്പം ഏതോ ഒരു മുസ്ലിം നേതാവ് പറഞ്ഞായിട്ട് ഞാൻ യൂട്യൂബിൽ കണ്ടാണ്. എനിക്ക് പാർലമെൻറ്റ് പോലും വഖഫ് ഭൂമിയാണെന്ന് ഇന്ന് പറഞ്ഞായിട്ട് യൂട്യൂബിൽ കണ്ടാണ്. നേരാണോ എനിക്കറിയില്ല.
അപ്പോൾ നാളെ ഇതെല്ലാം വഖഫ് ഭൂമിയാണെന്ന് പറഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഈ വഖഫ് ബോർഡ് എന്ന് പറഞ്ഞ സാധനം സത്യത്തിൽ അതിനകത്ത് എന്തിനാ അങ്ങനെ ഒരു വിഭാഗത്തിന് വേണ്ടി അങ്ങനെ ഒരു നിയമം ഉണ്ടാക്കിയിരിക്കുന്നത്? അത് തെറ്റാണ്. അത് ആ തെറ്റ് ഇനിയും തുടരാതിരിക്കാൻ ഇവിടുത്തെ LDFും UDFും അല്ലെങ്കിൽ ഇവിടുത്തെ ജനാധിപത്യം നിലനിർത്താൻ ആത്മാർത്ഥത കാണിക്കണമെന്നാണ് കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് പാർട്ടിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഏതായാലും മുനമ്പം വിഷയത്തിൽ പാർട്ടി ഇടപെട്ടിട്ടുണ്ട്. ആ ജനങ്ങൾക്ക് വേണ്ടി നീതി ലഭിക്കാൻ വേണ്ടിയുള്ള ഏത് സമര പോരാട്ടത്തിനും കേരള കോൺഗ്രസ് പാർട്ടി അവരോടൊപ്പം ഉണ്ടാവുമെന്ന് അവർക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ശക്തമായ ആ പോരാട്ടങ്ങൾ അതിലൂടെ നടത്തും. മറ്റൊരു കാര്യം കൂടെ സന്ദർഭവശാൽ ചോദിക്കുകയാണ്. അതായത് കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് എന്നൊരു പാർട്ടി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ലോക്സഭാ ഇലക്ഷൻ്റെ സമയത്താണ്. കുറഞ്ഞ സമയം കൊണ്ട് തന്നെ കേരളത്തിൽ ഇത്രയും പെട്ടെന്ന് വളർന്ന ഒരു പാർട്ടിയില്ല. പ്രത്യേകിച്ച് LDFിലോ UDFിലോ കേരളത്തിൻ്റെ ഒരു പ്രത്യേക സാഹചര്യം വെച്ച് അതിന് കുറച്ചുകൂടെ സാധ്യതയുണ്ടായിരുന്നു. അപ്പം NDA മുന്നണിക്കകത്ത് വന്നിട്ടും ഈ പാർട്ടിക്ക് ഇത്രയും ഒരു അടിസ്ഥാനം കിട്ടിയത് എങ്ങനെയാണ്? ഇത്രയധികം ആളുകൾ ഓരോ പരിപാടികളുടെ വാർത്തകളും ചിത്രങ്ങളും ഒക്കെ നമ്മൾ കാണുമ്പോൾ ഒരുപാട് ആളുകൾ ഉള്ളതായിട്ട് മനസ്സിലാക്കുന്നു. അത് സജി മഞ്ഞക്കടമ്പൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ നേട്ടമാണോ അതോ ഈ ഒരു ആദർശത്തിൻ്റെ പുറകെ ആളുകൾ വരുന്നതാണ്? എൻ്റെ വ്യക്തിയുടെ നേട്ടമായിട്ട് ഞാൻ അതിനെ കരുതുന്നില്ല. അതെന്താ വെച്ചാൽ ഇന്ന് ഞാൻ പറഞ്ഞല്ലോ, ജനാധിപത്യ വിശ്വാസികൾ നരേന്ദ്രമോദിയുടെ നയങ്ങളെ ഇഷ്ടപ്പെടുന്നു. ഞാൻ ഇന്ന് കേരള കോൺഗ്രസ് പാർട്ടി ഇന്ന് NDAയുടെ ഭാഗമായതുകൊണ്ട് തന്നെ ഈ 14 ജില്ലകളിൽ നിന്ന് ഞാൻ ഒരാളെ പിടിക്കാൻ വേണ്ടി പുറകെ പോയിട്ടില്ല. ആളുകൾ ഇങ്ങോട്ട് വിളിക്കുന്നു, നമ്മുടെ പാർട്ടിയിൽ ചേർന്ന് പ്രവർത്തിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു. അങ്ങനെയുള്ള ആളുകളെ വെച്ചാണ്, ആ സജീവമായി നിൽക്കുന്ന ആളുകളെ വെച്ചാണ് നമ്മൾ പാർട്ടി രൂപീകരിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ ജില്ലയിലും 14 ജില്ലയിൽ അഭിമാനത്തിൽ 14 ജില്ലയിലും നമുക്ക് ആളുകൾ ജില്ലാ കമ്മിറ്റി ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. 2 ജില്ലയിൽ ഉടനെ ഉണ്ടാക്കും. അത് വേറെ ചില അസുഖങ്ങൾ മാറ്റി വെച്ചാണ്. പോഷക സംഘടന മുഴുവനായിരിക്കുന്നു. ഇതെല്ലാം വരുന്നത് ഈ നയങ്ങളോടുള്ള താല്പര്യമുള്ള ആളുകൾ വരുന്നതാണ്. അതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് NDAയിൽ നിൽക്കുന്ന കേരള കോൺഗ്രസ് എന്ന നിലയിൽ നമുക്ക് വലിയ പ്രാധാന്യമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു. മാത്രമല്ല NDA നേതൃത്വം മാന്യമായ പരിഗണന ഈ പാർട്ടിക്ക് കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് നൽകുന്നുണ്ട് എന്നുള്ളത് ഞാൻ അഭിമാനത്തോടെ പറയും. NDA നേതൃത്വത്തിനുള്ള നന്ദി ഞാൻ ഈ അവസരത്തിൽ അറിയിക്കാം. പ്രധാനമന്ത്രി നേരിട്ട് കാണാനുള്ള ഭാഗ്യം കിട്ടിയോ? ഇല്ല, എന്നെ അദ്ദേഹത്തെ കാണാനുള്ള ഭാഗ്യം കിട്ടിയിട്ടില്ല. ഞാൻ അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഞാൻ കേരള കോൺഗ്രസ് നമ്മുടെ ഈ കാർഷിക വിഷയങ്ങളെ സംബന്ധിച്ചും ചില കാര്യങ്ങളൊക്കെ കേരള കോൺഗ്രസിൻ്റെ ചില എൻ്റെ അഭിപ്രായം നമ്മൾ പ്രധാനമന്ത്രിക്ക് മുമ്പിൽ സമർപ്പിക്കണം. ഒന്ന്, ഏറ്റവും പ്രധാനമായിട്ട് ഇവിടുത്തെ വനം വന്യജീവി നിയമം പ്രസ്താവിക്കണം, അല്ലെങ്കിൽ പുനഃപരിശോധിക്കണം. വന്യമൃഗ ആക്രമണത്തിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കണം. റബ്ബർ ഉൾപ്പെടെയുള്ള കാർഷിക വിളകളുടെ വില ഇടിവ് പരിഹരിക്കണം. അതോടൊപ്പം തന്നെ പ്രധാനമായിട്ട് ഞാൻ അന്ന് മുതൽ പണ്ട് വർഷങ്ങളായിട്ട് പോരാടുന്നതാണ് ഈ തെരുവുനായ ആക്രമണം. തെരുവുനായ ആക്രമണം അവസാനിപ്പിക്കണം. പാവപ്പെട്ട കുട്ടികളെ ഉൾപ്പെടെ കടിച്ച് വലിച്ചു കീറുന്നു, പേളകുന്നു ആളുകൾക്ക്. ആ തെരുവുനായ ആക്രമണത്തിന് പരിഹാരം ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടി പ്രധാനമന്ത്രിക്ക് കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് പാർട്ടി നിവേദനം കൊടുക്കും. അതിൽ പ്രധാനമായി മുനമ്പത്തെ പാവപ്പെട്ട 650 കുടുംബങ്ങളുടെ വിഷയം കൂടി അവതരിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രധാനമന്ത്രിക്ക് നിവേദനം കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തിന് നേരിട്ട് കാണാൻ പറ്റുന്നില്ലെങ്കിൽ അദ്ദേഹത്തിന് ഈ ഇമെയിലായിട്ട് ഞങ്ങൾ പരാതി കൊടുക്കും. അദ്ദേഹത്തെ കാണാൻ പറ്റുമെന്ന് ശ്രമിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പിനൊക്കെ ശേഷം പറ്റുമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു അപ്പോയിൻമെൻറ്റ് തന്നാൽ ഞങ്ങൾ കാണും. ഇല്ലെങ്കിൽ ഏതായാലും ഞങ്ങളുടെ ഇവിടെ മന്ത്രിമാരുണ്ടല്ലോ, സുരേഷ് ഗോപിയുണ്ട്, ജോർജ് കുര്യയുണ്ട്, അദ്ദേഹത്തോടെ ബന്ധപ്പെട്ട് നമ്മുടെ കോട്ടയം ജില്ലയിലുള്ള മന്ത്രിയാണ്. അദ്ദേഹമൊക്കെ ബന്ധപ്പെട്ട് ഞങ്ങൾ പ്രധാനമന്ത്രിയെ കാണാൻ ആഗ്രഹിക്കും. പാർട്ടിയുടെ ഒരു ഔദ്യോഗിക പ്രഖ്യാപനം എന്നത്തേക്കാണ് ഉദ്ഘാടനം? നമ്മുടെ പാർട്ടി പ്രഖ്യാപിച്ചു. ഇനി നമ്മുടെ പാർട്ടി ഓഫീസ് ഈ മാസമാണ് ഉദ്ഘാടനം വെച്ചിരുന്നത്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കൊണ്ട് ഒരു പക്ഷേ മാറ്റി വെക്കാം. കോട്ടയത്ത് നമുക്ക് നമ്മുടെ ശാസ്ത്രി റോഡ് നല്ല മനോഹരമായ ഓഫീസ് കിട്ടിയിട്ടുണ്ട്. അത് പറ്റുമെങ്കിൽ ഈ മാസം നമ്മൾ അതിന് ഉദ്ഘാടനം നടക്കും. ഇല്ലെങ്കിൽ അടുത്ത മാസം പാർട്ടി ഓഫീസ് ഉദ്ഘാടനം ചെയ്യും. അതിനുശേഷം ശക്തമായ എല്ലാ വിഷയങ്ങളിലും നമ്മൾ ഇടപെടും. ജനകീയ വിഷയങ്ങളിൽ ഇടപെടും, കാർഷിക വിഷയങ്ങളിൽ ഇടപെടും, കൃഷിക്കാർക്ക് വേണ്ടി പോരാടും. കേരള കോൺഗ്രസ് തന്നെ ഇത് കൃഷിക്കാർക്ക് വേണ്ടി രൂപം കൊണ്ട പാർട്ടിയാണെങ്കിൽ NDAയുടെ ഭാഗമായതുകൊണ്ട് ഇവിടുത്തെ കൃഷിക്കാർക്ക് വേണ്ടി ഈ പോരാട്ടം നടത്തും. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഞാൻ അഭിമാനത്തോട് പറയട്ടെ, ഇന്ന് ഭാരത കേസരി മന്നത്ത് പത്മനാഭൻ 964 തിരുനക്കരയിൽ തിരുമുറ്റത്ത് തിരികൊളുത്തിയ കേരള കോൺഗ്രസ്. ആ കേരള കോൺഗ്രസ്സിന് ഇന്ന് ഭാരത കേസരി മന്നത്ത് പത്മനാഭൻ്റെ ഫോട്ടോ വെക്കാൻ പറ്റും, നമുക്ക് പറ്റും. PT ചാക്കോ കേരള കോൺഗ്രസിൻ്റെ നേതാവായിരുന്നില്ലെങ്കിൽ PT ചാക്കോയാണ് കേരള കോൺഗ്രസിൻ്റെ രൂപീകരണത്തിന് കാരണമാകുന്നത്. അദ്ദേഹത്തിൻ്റെ പടം നമ്മൾ വെച്ചിട്ടുണ്ട്. KM ജോർജിൻ്റെ പടം നമ്മൾ വെച്ചിട്ടുണ്ട്. KM മാണിസാറിൻ്റെ പടം വെക്കാൻ എനിക്ക് അവകാശമുണ്ട്. CF തോമസാറിൻ്റെ പടം വെക്കാനുള്ള അവകാശം എനിക്കുണ്ട്. ഇത്രയും പേരെ പടം വെച്ച് പോസ്റ്റ് അടിക്കാൻ ഇവിടെ ഒരു കേരള കോൺഗ്രസ്സിന് അവകാശമില്ല. പലരും ചോദ്യം ചെയ്യത്തുമില്ല. KM മാണിസാറിനെ CF സാറിനെ എൻ്റെ മനസ്സിൽ സൂക്ഷിക്കുന്നത് എന്നെ ആരും ചോദ്യം ചെയ്യില്ല. KM മാണിസാറിൻ്റെ ലെഗസിയാണ് എനിക്കുണ്ട്. KM മാണിസാർ ലെഗസി ഞാനും അർഹനാ. അതുകൊണ്ട് മാണിസാറിനോട് പോരാട്ടം നടത്തിയ ആളാണ്. മാണിസാറിന് വേണ്ടി യുദ്ധം ചെയ്ത ആളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് മാണിസാറിൻ്റെ കൂടെ അനുഗ്രഹം എനിക്കുണ്ട്, CF സാറിൻ്റെ അനുഗ്രഹമുണ്ട്. അതുകൊണ്ട് നമ്മുടെ പാർട്ടിയിലേക്ക് കൂടുതൽ ആളുകൾ വരും. മാണിസാറിനെ സ്നേഹിക്കുന്ന ആളുകൾ, CF സാറിനെ സ്നേഹിക്കുന്ന ആളുകൾ, KM ജോർജിനെ സ്നേഹിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ PT ചാക്കോയെ സ്നേഹിക്കുന്ന ആളുകളൊക്കെ വരും. അതുകൊണ്ട് ഞാൻ വളരെ സംതൃപ്തനാണ്. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. നമ്മളെല്ലാം എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതനായിരുന്നു ശ്രീ ഫ്രാൻസിസ് ജോർജ്. അദ്ദേഹം പാർട്ടിയിലേക്ക് വരണമെന്ന് ഏറ്റവും കൂടി ആഗ്രഹിച്ച ആളാണ് ഞാൻ. അദ്ദേഹം വന്ന് അദ്ദേഹം സ്ഥാനാർത്ഥിയാണെന്ന് ഞാൻ ആഗ്രഹിച്ചു. എനിക്കതിന് നടക്കില്ല. പക്ഷേ അദ്ദേഹം വളരെ മാന്യമാണ്. പക്ഷേ എനിക്ക് അദ്ദേഹത്തോട് വേദനയുണ്ട്. ഞാൻ പറയുകയും ചെയ്തു. ഞാൻ പത്രസമ്മേളനം ഇറങ്ങി എന്നെ സജി, എൻ്റെ സജി എന്താ പറ്റിയത്? ഞാൻ ചോദിച്ചു, രാജേച്ചേട്ടാ മോൻ ശ്വാസം എനിക്കിട്ട് ചവിട്ടും, രാജേച്ചൻ അറിയാം.
നിങ്ങൾ ഈ പാർട്ടി വരാൻ ഞാൻ ആഗ്രഹിച്ചു എന്ന പേരിൽ നിങ്ങളോടുള്ള വർത്തമാനം പറയുന്നതിൻ്റെ പേരിൽ എന്നോട് ഭയങ്കര അമർഷമായിരുന്നു. അതിനോട് പലപ്പോഴും പുള്ളി പ്രകടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ സ്ഥാനാർത്ഥിയായിട്ട് എന്തുകൊണ്ട് സജി നോമിനേഷൻ നാളെയാണ്, സജി അങ്ങോട്ടൊന്ന് വരണം, സജി ഇവിടെ കാണണമെന്ന് പറഞ്ഞില്ലല്ലോ, എനിക്ക് വലിയ വിഷമമായപ്പോൾ ഞാൻ ആരോടും പറഞ്ഞില്ലെന്ന് മഹാൻ പറയുക. പാർട്ടി ജില്ലാ പ്രസിഡന്റ് പറഞ്ഞില്ല, ഏതാ നോമിനേഷൻ കൊടുക്കുക. ഇനി അദ്ദേഹം എന്നെ വിളിച്ച് പറയാം, സജി ഇങ്ങനെ പ്രശ്നമുണ്ട്, ഒന്നെങ്കിൽ മോഹൻ സിംഗിൻ്റെ പ്രശ്നം ഉണ്ടാക്കുന്നു, സജി ഒന്ന് സഹകരിക്കണം, നമുക്ക് 5 പേരെ കയറത്തുള്ളൂ, നമുക്ക് മുസ്ലിം ലീഗിൻ്റെ ജില്ലാ പ്രസിഡന്റ് കയറ്റണം, സജി സാർ ഓക്കെ എന്ന് ഞാൻ പറയുമായിരുന്നു. പക്ഷേ അതിന് പകരം ഫ്രാൻസിസ് ജോർജ് ഉൾപ്പെടെ ഇരുന്ന് നാടകം കളിച്ചു. എന്നെ വിളിച്ച് ഇലക്ഷൻ ഓഫീസിൽ ഇരുത്തിക്കൊണ്ട് ജോയ് എബ്രഹാം പറയട്ടെ, അല്ലെങ്കിൽ ഇതൊക്കെ സത്യമാണെന്ന്, അല്ലെങ്കിൽ തിരുവഞ്ചൂർ പറയട്ടെ, നാടകം പറയട്ടെ, അവരൊക്കെ ഇരിപ്പുണ്ട് അവിടെ വെച്ചല്ലേ പറയുന്നത്. ഞങ്ങടമ്പ മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് വെക്കണം. ഞാൻ എതിർക്കാൻ പറ്റുമോ? മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് കയറിയാൽ അല്ല അയിത്തം പോലും ഉണ്ടോ? അയാൾ കയറട്ടെ, ഞാൻ മാറുമെന്ന് വെച്ചു. ഞാൻ പറഞ്ഞു, പക്ഷേ എനിക്ക് മനസ്സിലായി ഇങ്ങനെ ഓരോ സാഹചര്യത്തിൽ ഓരോ ആളുകളെ കൊണ്ടുവന്ന് നമ്മളെ വെട്ടുകയാണ് ലക്ഷ്യം. ഇപ്പോൾ മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് എനിക്ക് മടക്കമില്ല, പക്ഷേ അങ്ങനെ എന്നോട് ഒട്ടും മടക്കില്ല. പക്ഷേ നമ്മളെ വെട്ടുക എന്നുള്ള ദുരുദ്ദേശം മോൻസിൻ്റെ മനസ്സിലുണ്ട്. ഈ പറഞ്ഞ പോലെ വക്രബുദ്ധി മാത്രമേ ഉള്ളൂ, സൽബുദ്ധി അദ്ദേഹത്തിൻ്റെ മനസ്സിലില്ല. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് 2 പ്രാവശ്യം ഞാൻ ചതിക്കുഴിയിൽപ്പെട്ടു. 2 പ്രാവശ്യം പറയാം. എനിക്ക് യോഗ്യതയില്ലെന്ന് പറയട്ടെ, ഞാൻ ഗ്രാമപഞ്ചായത്ത് 26-ാം വയസ്സിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അയാളാണ്. അതിനുശേഷം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ അയാളാണ്, യൂത്ത് ഫണ്ടിൻ്റെ വാർഡ് പ്രസിഡന്റ് പോലെ സംസ്ഥാന പ്രസിഡന്റ് വരെ അയാൾ. എനിക്ക് മത്സരിക്കാൻ യോഗ്യതയില്ലെന്ന് പറഞ്ഞാൽ എന്താ? ഈ ഒന്നും ആകാത്ത ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആകാതെ മോൻസ് ഭാഗ്യത്തിൻ്റെ പേരിൽ MLA ആയതേ ഉള്ളൂ. പക്ഷേ ഒരു കാര്യം മോൻസ് ശ്വാസം വിചാരിക്കട്ടെ, നമ്മളൊരു സ്ഥാനത്തിരുന്നാൽ അത് നല്ല കാര്യം, എത്ര നല്ല സ്ഥാനത്ത് വേണ്ട. പക്ഷേ കൂടെ നിൽക്കുന്ന ഒരുത്തൻ അവനെ തീർക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നിങ്ങൾ പ്രവർത്തിച്ചതെന്ന് നിങ്ങൾ ആണോ എന്ന് നിങ്ങൾ മനസാക്ഷിയോട് ചോദിക്കൂ. അതിൻ്റെ മറുപടി ദൈവം നിങ്ങൾക്ക് തരട്ടെ. ഞാൻ നിങ്ങളെ ആക്രമിക്കാൻ വരുന്നില്ല, പക്ഷേ രാഷ്ട്രീയമായി ഞാൻ നേരിടും, ഒരു സംശയമില്ല. ഞാൻ ഇവിടുത്തെ പ്രഗത്ഭനായ PC ഓറിനെ നേരിട്ട് വെല്ലുവിളിച്ചിട്ടുള്ള ആളാണ്. PC ഓർ ഉൾപ്പെടെ എല്ലാ വെല്ലുവിളിച്ചത് ചുമ്മാ അല്ല, രാഷ്ട്രീയമായി വെല്ലുവിളിച്ചിട്ടുള്ള ആളാണ്. ഞാൻ ആർക്ക് രാഷ്ട്രീയമായി ഞാൻ എൻ്റെ പോരാട്ടം തുടരും. എനിക്കതിനകത്തൊരു ഭയവും ഇല്ല. അത് എത്ര പ്രമുഖനാണെങ്കിലും എത്ര കാശുള്ളവനാണെങ്കിലും എത്ര വമ്പനാണെങ്കിലും ഞാൻ ന്യായമായ കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ. അത് ഞാൻ തുടർന്നും ഉണ്ടാവും. ഞാൻ അന്ന് പത്രസമ്മേളനം നടത്തി പറഞ്ഞ ഒറ്റ കാര്യങ്ങളും നുണയല്ല എന്നുള്ളതുകൊണ്ടാണല്ലോ എന്നെ UDF നേതൃത്വം എന്നെ ഇതുവരെ ചീത്ത വിളിച്ചിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞ ഒരു വാക്ക് പോലും വെള്ളം ചേർക്കാതെ സത്യസന്ധമായ കാര്യങ്ങളാണ് ഇവിടെയും ഞാൻ പറഞ്ഞിരിക്കുന്നത്. നാളെയും അത് തന്നെ പറയും. ഏതായാലും ഞാൻ നിങ്ങളുടെ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, കേരള കോൺഗ്രസ് പാർട്ടി ശക്തമായി NDAക്കൊപ്പം തുടരും. വരാൻ പോകുന്ന കാലഘട്ടങ്ങളിൽ കേരള കോൺഗ്രസ് പാർട്ടി കേരളത്തിലെ NDAക്കൊപ്പം കേരള കോൺഗ്രസ് ഏറ്റവും വലിയ ശക്തമായ കേരള കോൺഗ്രസ് പാർട്ടിയായി മാറും. അതിനുള്ള എല്ലാ സഹായ സഹകരണങ്ങളും നിങ്ങളുടെയും നാട്ടുകാരെ ഉണ്ടാവണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിലുള്ള എല്ലാവിധ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഓക്കെ, താങ്ക് യു.